ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ ന്യൂ എപ്പിസോഡ് ഓഫ് സെല്ലോസ് ഫ്രെയിം. സോ ഇന്നാണ് നമ്മുടെ ഈജിപ്ത് യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ദിവസം. നമ്മുടെ ഫ്ലൈറ്റ് ഷെഡ്യൂൾ കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനൊരു വ്ളോഗ് ചെയ്യുന്നത്. നമ്മളെങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ സലാല, ഷാർജ, കെയ്റോ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മളവിടെ സ്റ്റോപ്പ് വരുന്നത് ഷാർജയിലാണ്. ഷാർജയിൽ 2 hours ലേ ഓവർ ഒക്കെ ഉണ്ട്. ഇവിടുന്ന് സലാലയിൽ നിന്ന് നമ്മളൊരു 6:40 നമ്മുടെ ഫ്ലൈറ്റ് ഡിപ്പാർട്ട് ചെയ്യുന്നത്. 6:40 ഡിപ്പാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഷാർജയിൽ ഒരു 8:30 അറൈവൽ ചെയ്യുന്നത്. അങ്ങനെ 8:30 ഷാർജയിൽ അറൈവൽ ചെയ്ത് അവിടെ ഒരു 2 hours ലേ ഓവർ ഉണ്ട്. അങ്ങനെ ആ ലേ ഓവറിന് ശേഷം ഒരു 10:40 PM ആ ടൈമിന് നമ്മൾ ഷാർജയിൽ നിന്ന് കൈറോയിലേക്ക്. കൈറോ ഈജിപ്തിൻ്റെ തലസ്ഥാനമാണ്, എല്ലാവർക്കും അറിയാം. സോ അവിടെ കൈറോ ടൈം 12:30 AM നമ്മളവിടെ അറൈവ് ചെയ്യുന്നത്. ഇപ്പോൾ കൈറോ ടൈമും ഒമാൻ ടൈമുമായിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഒമാൻ അപേക്ഷിച്ച് 2 hours പിന്നിലാണ് കൈറോ വരുന്നത്. സോ 12:30 AM കൈറോയിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒമാൻ ടൈം 2:30 AM ആണ്. നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ ആ സമയത്ത് എത്തൂല, അവരെത്താൻ കുറച്ച് ലേറ്റ് ആവും. 1 മണിക്കൂർ 3/4 മണിക്കൂർ ഒക്കെ ഡിഫറൻസ് ആയിട്ടാണ് ഓരോരുത്തർ ഇറങ്ങുന്നത്. അപ്പം ഏകദേശം എല്ലാം കഴിഞ്ഞ് നമ്മളെന്തായാലും എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 4 AM 4:30 AM ആ ടൈം എന്തായാലും എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ അതൊക്കെയാണ് ഫ്ലൈറ്റിൻ്റെ ടൈമിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യാത്ര വിവരണങ്ങൾ ലൈക്ക് എയർപോർട്ട് വീഡിയോസ് കാര്യങ്ങൾ, അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫ്രെയിമിൽ പതിയുന്ന കുറച്ച് കാര്യങ്ങൾ, അതൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതെൻ്റെ മാമനാണ് ആഷിക്ക. നമ്മളോട് യാത്ര പറയാൻ വന്നിരിക്കുകയാണ്. പിന്നെ ഇത് നമ്മുടെ കമ്പനി സ്റ്റാഫ് നിയാസ്ക. അപ്പോൾ നമ്മളോട് യാത്ര പറയാൻ വന്നിരിക്കുകയാണ് രണ്ടാൾക്കാർ. എന്തെങ്കിലും പറഞ്ഞ എന്ത് വേണമെന്നാ പറഞ്ഞത്? മന്തി. ഞാൻ യാത്ര പോകുന്നതുകൊണ്ട് ഞാൻ മന്തി മേടിച്ചു കൊടുക്കണം. ഇടവും വലവും ലോക്ക് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് യാത്ര പറഞ്ഞ് അവർ പോയി. നമ്മളെല്ലാം റെഡിയാക്കി നമ്മുടെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പം പോകാനുള്ള ഒരുക്കത്തിലായി. ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ ലഗേജൊക്കെ എല്ലാം സെറ്റാക്കി നമ്മൾ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. ഒരാഴ്ചത്തേക്കുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ അധികം ലഗേജസ് ഒന്നുമില്ല, നമ്മുടെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴും എത്തിയിട്ടില്ല. ബാക്കിയുള്ള എയർപോർട്ട് കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അങ്ങനെ നമ്മൾ സലാല എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ചെക്കിനൊക്കെ കഴിഞ്ഞു, ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. നമ്മൾ ഗേറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗേറ്റ് 2A ആണ്. അങ്ങനെ പോകും വഴി ഇവിടെ ഒരു കഫേ കണ്ടു. അങ്ങനെ ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കാപ്പുച്ചിനോ ഓർഡർ ചെയ്തു. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു കപ്പിലാണ് അവർ തരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 പേർക്കും അത് ഷെയർ ചെയ്ത് കുടിക്കാനായി. ഞാനാകെ ചെറിയൊരു എമൗണ്ടേ കുടിച്ചുള്ളൂ, ബാക്കി ഉമ്മയും ഉപ്പയും കുടിച്ചു. ഇപ്പോൾ ഇവിടെ സലാലയിൽ 5:40 PM ആയി. 6:40 PM നമ്മുടെ ഫ്ലൈറ്റ് ഡിപ്പാർട്ട് ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ ഇനിയിപ്പം 1 മണിക്കൂർ അവിടെ ഇങ്ങനെ ഇരിക്കണം. അങ്ങനെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നമ്മളിരിക്കുകയാണ്. ഗൈസ്, അപ്പം നമ്മൾ ഇപ്പം വെയിറ്റിങ്ങിലാണ്. ഇനി ഏകദേശം ഒരു 1 hour ഉണ്ട് ഫ്ലൈറ്റ് ഡിപ്പാർട്ട് ചെയ്യാൻ. 6:40 ഫ്ലൈറ്റ്. ഇപ്പോൾ 6:10 അപ്പം ഇവിടെ ഇങ്ങനെ കോഫിയെ കുറിച്ച് ഇങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യണം. സുഹൃത്തുക്കളെ, അങ്ങനെ ഫ്ലൈറ്റ് ബോർഡിംഗ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവുകയാണ്. ഇനി ഇവിടുന്ന് നേരെ ഷാർജയിലേക്കാണ് പോകുന്നത്. ഇപ്പം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഉറക്കം വരുന്നുണ്ട്. ചിലപ്പോൾ ഇപ്പം കുറച്ച് ഉറങ്ങും. ഫ്ലൈറ്റ് എയർ അറേബ്യ കേട്ടോ. നമ്മളിപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു തന്തൂരി സാൻഡ്വിച്ച്, അതിന് 20 ദിർഹംസ് ആണ്. അടുത്തത് ഒരു പാസ്തയാണ് വിത്ത് നഗറ്റ്സ്, അതിന് വരുന്നത് 15 ദിർഹംസ് ആണ്. പിന്നെ ഫുഡ് ഓർഡർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു ചായ നേരത്തെ മേടിച്ച് വെച്ചിരുന്നു. ടോട്ടല് 64 ദിർഹംസ് ആയിട്ടോ. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഞാൻ ചിക്കൻ നഗറ്റ്സ് വിത്ത് മാക്ക് ആൻഡ് ചീസ് അതാണ് ഓർഡർ ചെയ്തത്. എന്നുവെച്ചാൽ ചീസുള്ള പാസ്ത വിത്ത് ചിക്കൻ നഗറ്റ്സ്. സോ ഇത് നല്ല ചൂടുണ്ട് കേട്ടോ. പെട്ടെന്ന് നമ്മൾ വിചാരിച്ച പോലൊന്നും പെട്ടെന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന വരില്ല. എൻ്റെ കയ്യിൽ ക്യാമറ ഉള്ളത് കൊണ്ട് തന്നെ ഒരു കൈ കൊണ്ട് ഓപ്പൺ ചെയ്യാൻ ഇച്ചിരി ഒന്ന് പ്രയാസപ്പെട്ടു. എന്നാലും കുഴപ്പമില്ല. അത് തന്നെയാണ് ഉമ്മയും ഓർഡർ ചെയ്തത്. ഉപ്പ ഓർഡർ ചെയ്തത് തന്തൂരി ചിക്കൻ സാൻഡ്വിച്ച് ആയിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചു. അപ്പോൾ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ആ പാസ്ത ഇല്ലായിരുന്നു, നഗറ്റ്സ് പാസ്ത, അത് കുഴപ്പമില്ല, അത് മോശമില്ലാത്ത ടേസ്റ്റ് ഉണ്ട്. നമുക്ക് 10 ഒരു 8 റേറ്റിംഗ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. നേരെ മറിച്ച് ആ തന്തൂരി ചിക്കൻ സാൻഡ്വിച്ച് എന്ന് പറഞ്ഞിട്ട് ഉള്ളത്, അതിന് 20 ദിർഹംസ് ആണ്. അത് വളരെ എന്താ പറയുക, ക്വാളിറ്റി തീരാൻ പോലെ. ലൈക്ക് അതിൻ്റെ അകത്തുള്ള ചിക്കൻ ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് വെച്ചത്, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഉപ്പ ഓർഡർ ചെയ്തിട്ട് ഞാൻ കുറച്ച് കഴിച്ചു നോക്കി. സാധനം പോരാ. അത് നമുക്ക് 3 out of 10 ഒക്കെ കൊടുക്കാൻ പറ്റും. അതാണ് ഫുഡിൻ്റെ റിവ്യൂ. ഏകദേശം ഒരു 20-25 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ ലാൻഡ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് ഈ കാണുന്നത്. ഇത് ഏത് എമിറേറ്റ് ആണ് ഈ കാണുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മുടെ ഫ്ലൈറ്റിൽ നിന്നുള്ള ഈ ഒരു വ്യൂ. ഇത് സൂം ചെയ്തപ്പോഴും ഭയങ്കര ഭംഗിയുണ്ട്. അപ്പം ഇത് ഏത് എമിറേറ്റ് ആണെന്ന് അറിയില്ല. ഷാർജ എയർപോർട്ടിലാണ് നമ്മൾ ഇറങ്ങേണ്ടത്. ചിലപ്പോൾ മിക്കവാറും ഷാർജ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. നീവേ വല്ലാത്തൊരു വ്യൂ ആയിരുന്നു ഈ നൈറ്റ് വ്യൂ. അങ്ങനെ നമ്മൾ ഷാർജ എയർപോർട്ടിലേക്ക് സേഫായി ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഷാർജ എയർപോർട്ടിൽ എത്തി. ട്രാൻസ്ഫർ പാസഞ്ചറായി നമ്മളിപ്പം ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഇവിടെ ടൈം 9 മണിയായി. 10:30 ടൈമിനാണ് അടുത്ത ഫ്ലൈറ്റ് ഇവിടുന്ന്. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എയർപോർട്ടിലെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു. ഇതെനിക്ക് കണ്ടപ്പം ഭയങ്കര സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ഏരിയ ഇവിടെ എയർപോർട്ട് ടീം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കടയുടെ ഷോപ്പ് കീപ്പർ ആരാണെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആള് മലയാളിയാട്ടോ. ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ഒരു മലയാളി ഉണ്ടാവും.
ഉപ്പ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് മേടിച്ചു കൊണ്ടുവന്നു. ഇനി അല്പം ഫ്രൂട്ട്സ് ആവാം. നമ്മളിപ്പം ഗേറ്റിൽ ഇരിക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ ടൈം 10:30 ആയി. ഷാർജയിൽ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈം ആവാനായി ഏകദേശം. അപ്പം അവർ വിളിക്കും. നമ്മളിവിടെ ഇപ്പോൾ ഇരിക്കുകയാണ്. അങ്ങനെ ഫൈനലി നമ്മൾ ഷാർജ ടു കൈറോ ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയാണ്. നല്ല ആൾക്കാരാട്ടോ. ഈ ഈജിപ്തിൽ കുറേ ആൾക്കാരുണ്ട് ഈ ഫ്ലൈറ്റിൽ. മലയാളികളായിട്ട് നമ്മളേ ഉള്ളൂ, വേറെ ആരുമില്ല മലയാളികളായിട്ട്. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. അങ്ങനെ നമ്മുടെ ഷാർജ ടു കൈറോ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് മീൽസ് വന്നിരിക്കുകയാണ്. ഓൾറെഡി ഓർഡർ ചെയ്ത നോൺ വെജിറ്റേറിയൻ മീൽസാണ് വന്നത്. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു, ഒന്നും പറയാനില്ല. ഇതിന് നമുക്ക് 10/10 റേറ്റിങ്സ് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഈജിപ്തിലോട്ട് കടന്നിരിക്കുകയാണ്. നൈറ്റ് വ്യൂ, അസാധ്യമായ വ്യൂ ആണ് നമ്മുടെ ഈജിപ്തിൻ്റെ. ഇപ്പം നമ്മൾ കൈറോയിലേക്ക് എൻ്ററായി. ഏകദേശം ലാൻഡിങ്ങിനോട് അടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് കൈറോ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ആയിരിക്കുകയാണ്. കംപ്ലീറ്റ് യാത്ര സേഫായിരുന്നു, വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. എനിവേ നല്ല ഒരു ഫ്ലൈറ്റ് യാത്രയായിരുന്നു. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഈജിപ്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി ബസ്സിൽ കയറി. ഇഷ്ടംപോലെ ഇവിടുത്തെ നാട്ടുകാരുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഈജിപ്ത് എയർപോർട്ടിൻ്റെ അകത്ത് എത്തി. എമിഗ്രേഷൻ കഴിഞ്ഞു. ഇപ്പം നമ്മുടെ ബാഗേജൊക്കെ കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ ഇപ്പം ഇവിടെ ഈ വെയിറ്റിംഗ് ഏരിയയിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന അവരെ വെയിറ്റ് ചെയ്ത് നമ്മൾ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മളൊരാൾ വന്നിരിക്കുകയാണ്, ഇബിനു. ഞാൻ സ്കോട്ട്ലൻഡിലാണ് ആക്ച്വലി. അവിടെ റിസർച്ച് പഠിക്കണം, റിസർച്ച് സൈക്കോളജി. ഓക്കെ ഓക്കെ. നമ്മൾ വെയിറ്റ് ചെയ്ത നമ്മുടെ അടുത്ത സെറ്റ് ഓഫ് ടീം ഇവിടെ ഇമിഗ്രേഷൻ കൗണ്ടറിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ടീം ഇറങ്ങിയിട്ടുണ്ട്. പൊളിയാണ്, തകർപ്പ് നമ്മള്. അതെ, ഇതാണ് നമ്മുടെ ഡൽഹി ട്രിപ്പിലെ നാസർ മാഷ്. നമ്മുടെ ഷഹീർ ഖാൻ ഉപ്പ. ലിംസീർ ഖാ, ഇത് ലിംസീർ ഖാ. ഇതൊക്കെ നമ്മളെ ഷാനിയാസ്. ഇത് ഷാനിയാസ് സമീറിന്റെ എല്ലാം കൂടെ. ഇത് നമ്മളെ നാട്ടുകാരനാണ്. നാട്ടുകാരനാണ്. അതെ, നാട്ടുകാരനാണ്. ഇത് നമ്മളെ ഷഹീർ ഖാന്റെ വൈഫ് ജിഹാദത്ത. നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. വെൽക്കം ടു ഈജിപ്ത്. അപ്പോൾ പുറത്ത് വണ്ടി എത്തിയിട്ടുണ്ട്. ഇത്ര നേരം എയർപോർട്ടിൽ തന്നെ ഇരുന്നു വണ്ടിയൊക്കെ വെയിറ്റ് ചെയ്ത്, പിന്നെ സിമ്മിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ ഇപ്പം വണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ വണ്ടിയിലേക്ക് കയറാനുള്ള പുറപ്പാടിലാണ്. പിന്നെ നടക്കുന്ന സമയത്തിന് ഓരോ കാല് പിടിച്ചോ. ഷാനിയാസ് മാഷ് നടക്കാനാ. ഷാനിയാസ് ഈ 4 സുബൈസ്കരിച്ചാല് ഷാനിയാസിന്റെ കാലം ഇങ്ങനെ ആവും. സൺഡേ വാക്ക് ഉണ്ടാവും. സൺഡേ വാക്ക് ഓരോ ജില്ലകളിൽ ഇങ്ങോട്ട് വരുന്ന ദിവസമായിട്ട് പൊന്നാനി കർമ്മ ബീച്ച് പോയിട്ട് നടക്കും. അങ്ങനെ കുറേ തമാശകളും കളിയും ചിരിയുമായി നമ്മുടെ യാത്ര ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ, ഉപ്പ, ഇബ്നു, ഷാനിയാസ് മാഷ്, ഞങ്ങൾ ഒരു സീറ്റിലാണ് ഇരുന്നത്. ഞങ്ങൾ പോകുന്ന വാഹനം ടൊയോട്ട ഹയേസ് ഹൈറൂഫ് മോഡലാണ് കേട്ടോ. നല്ല വണ്ടിയാണ്. അത്യാവശ്യം ഞങ്ങളെല്ലാവരും നല്ല സൗകര്യത്തോടു കൂടി യാത്ര ചെയ്തു.
അപ്പൊ നമ്മളിപ്പോ നേരെ നമ്മളെ റൂമിലേക്കാണ് പോകുന്നത്. ഇതാണ് നമ്മളെ ലക്ഷറി വണ്ടി. 5 സ്റ്റാർ എഴുതിയില്ലേ? 5 സ്റ്റാർ തന്നെ നമ്മളെ. പിന്നെ അപ്പൊ ഏതായാലും നമ്മളെ ഇനി ഇവിടുന്നുള്ള യാത്രയില് സ്വാലിബായി ഉണ്ടാവും. അപ്പൊ ഇന്ന് നമ്മളെ അഷ്ഫാഖിനും സനക്കും ഫ്ലൈറ്റിന്റെ ഒരു ചെറിയൊരു ഇത് വന്നോണ്ട് ഒരു ഉച്ചക്കാണ് ഉച്ചരയാവും എത്താന്. അപ്പൊ അവർക്ക് വലിയൊരു നഷ്ടമില്ലാത്ത രീതിയിൽ നമ്മളതിനൊന്ന് മേക്കപ്പ് ചെയ്യാനും കൂടിയായിട്ട് നമ്മള് ഇന്ന് പോവാൻ ഉദ്ദേശിക്കുന്നത് ഫയൂം എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്കാണ്. അതിനെ കുറിച്ച് ഹാമിദ് അലി മാഷാണ് റിസർച്ച് നടത്തിയത്. പറഞ്ഞു കൊടുക്കുകയും അവിടെ എത്തിയിട്ട് ആർക്കെങ്കിലും തല്ലാൻ തോന്നാണ് മാഷ് തല്ല. സ്ഥലം മോശമാണെങ്കിൽ നമ്മള് 7 ദിവസത്തെ ഇറ്റിനറി തയ്യാറാക്കി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, സോലി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫയൂമിനെ കാണാനില്ല. അപ്പം ഫയൂം എങ്ങനെ ആഡ് ചെയ്യുമെന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അഷ്ഫാഖിന്റെ ഫ്ലൈറ്റ് ഇല്ലാതായത്. അപ്പൊ നമ്മൾ ഈ സമയത്ത് റൂമിൽ പോയി റെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മളെ തിയറി. പക്ഷെ നമ്മൾ ആ തിയറി തൽക്കാലം മാറ്റി വെച്ച് നേരെ ഫയൂം പോവാണ്. ആഫ്രിക്ക അയക്കണേ. യൂറോപ്പ് എന്നുള്ള ഇബിനും മറ്റേ മിഡിൽ ഈസ്റ്റ് ഒമാനും കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മളെടുത്ത് നമ്മള് ഭൂഖണ്ഡം മാറി ആഫ്രിക്കയിലാണുള്ളത്. സ്വാലിബായി പറയണത് എല്ലാവർക്കും അങ്ങ് എത്തൂല കൈറോയിലേക്ക്, മിസറിലേക്ക് എന്നാണ് പറയണത്. അതായത് മിസറിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഒരു ഭാഗ്യവും കൂടി വേണമെന്നുള്ളത്. അപ്പൊ നമ്മളിപ്പോ ആ ഒരു ഭാഗ്യം കിട്ടിയ ആൾക്കാരാണ് മിസറിൽ പോകാൻ വേണ്ടിട്ടുള്ളത്. നല്ല ഉഷാർ പാട്ടുമായിട്ട് മിസറിയിലെ രാജൻ പാട്ട് പാണെങ്കിൽ എന്തെങ്കിലും കിട്ടണം. എനർജി വേണം, അപ്പോ ഇപ്പൊ ഇവിടെ 5 മണിയായി ഈജിപ്ത് ടൈം. ഇതിപ്പോ നമ്മള് നൈൽ നദിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ടീം മൊത്തം ഉണ്ട്. ഇതാണ് നമ്മളെ വണ്ടി കേട്ടോ. നമ്മൾ ആ കാണുന്നതാണ് കെയ്റോ ടവർ. നമ്മളവിടെ പോവാ. സോഫിറ്റലിന്റെ തൊട്ടിപ്പുറത്ത് കാണുന്നില്ലേ ഒരു കൂർത്തത്. 962 വരെ ആഫ്രിക്കയിലെ ഏറ്റവും ഉയർന്ന ബിൽഡിംഗ്. യെസ്, അത് 962 വരെ ആഫ്രിക്കയിലെ ഏറ്റവും ഉയർന്ന ബിൽഡിംഗ് ആയിരുന്നു അത്. നമ്മൾ പോകും ഇൻഷാ അല്ലാഹ്. അലിബിനു, വാട്ട് ഡു യു ഫീൽ നൗ? അപ്പൊ നമ്മള് നമ്മളെ അപ്പാർട്ട്മെന്റ് പുറത്താണ്. അതെ, നമ്മളെ അപ്പാർട്ട്മെന്റ് ഇതിന്റെ 7th ഫ്ലോറിലാണുള്ളത്. ഇതിന്റെ 7th ഫ്ലോർ. യെസ്. ഓ മൈ ഗോഡ്. ദോക്കി നേരെ മുമ്പിൽ തന്നെ മെട്രോ സ്റ്റേഷൻ ഒക്കെ ഉണ്ട്. ഇതാണ്ടോ മെട്രോ സ്റ്റേഷൻ തൊട്ട് മുമ്പിൽ തന്നെ ഉണ്ട്. മെയിൻ ഏരിയ തന്നെയാണത്, സിറ്റി ഏരിയ തന്നെയാണത്. ധോക്കി എന്ന സ്ഥലത്താണ് നമ്മൾ അപ്പാർട്ട്മെന്റ് എടുത്തിരിക്കുന്നത്. എടുത്തോണ്ടിരിക്കുന്ന ഫോൺ യാത്ര കഴിയുമ്പോ സൽമാൻ ഷേർക്കാക്ക് തരും എന്നാണ് നമ്മൾ നമ്മളെ റൂമിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി അടുത്ത എപ്പിസോഡ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോരോ സ്ഥലങ്ങൾ കവർ ചെയ്തിട്ട് ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും ബൈ.